ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ 2v2 ആണ്. നമ്മൾ കുറച്ച് പ്രോ പ്ലേയേഴ്സിൻ്റെ കൂടെയാണ് കളിക്കാൻ പോകുന്നത്. പ്രോ എന്ന് പറയുമ്പം ടോപ്പ് പ്ലേയേഴ്സാണ്. ഒരാൾ ടോപ്പ് ആണ്, ഒരാൾ ടോപ്പ് ആണെന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. അപ്പം എന്താ പറയുക, CP യാക്കൂസ എന്നാണ് പേര്. അപ്പം ഞങ്ങളുടെ ഒരേ ഗിൽഡിലുള്ള പ്ലേയേഴ്സാണ്. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ ഒരു ഫ്രണ്ടുമാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പുള്ളിക്കാരൻ്റെ ID നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ടോപ്പപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രൈം ലെവൽ 6 ആണ്. അതുപോലെ തന്നെ എൻട്രി എമൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നമ്മുടെ നറൂട്ടോയുടെ അച്ഛൻ്റെ ഡ്രസ്സൊക്കെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ കളിയിലേക്ക് പോകാം. അപ്പോൾ കളിയിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം ഫസ്റ്റത്തെ റൗണ്ട് ഞാനിപ്പോൾ ഇത് ഹൈലൈറ്റ് ആണ് കാണിക്കണത്. കാരണം കളി നടന്നുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ലാഗ് അടിക്കും. പിന്നെ സ്ക്രീനിലുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഹൈലൈറ്റ് റെക്കോർഡ് ചെയ്യാനേ പറ്റിയിട്ടുള്ളൂ. എന്തായാലും ഒന്നാമത്തെ റൗണ്ടിൽ ഒരു കില്ല് പോലും എടുക്കാതെയാണ് ജയിച്ചത്. ലാസ്റ്റ് സോൺ വരെ പോയി ഗൈസ്. അതാണ് സീൻ വന്നത്. അപ്പം ഒന്നാമത്തേലും രണ്ടാമത്തേലും വലുതായിട്ടൊന്നുമില്ല. ഒരുത്തനെ മാത്രമേ കൊല്ലുന്നുള്ളൂ, രണ്ടാമത്തേനെ കൊല്ലുന്നില്ല. രണ്ടാമത്തേനെ കൊല്ലുന്നതിന് മുമ്പ് നമ്മൾ സോണിൽ നമ്മൾ ജയിക്കും, അവന്മാർ ചത്തു. അതാണ് സത്യം പറഞ്ഞാൽ 2 റൗണ്ടിലും നടന്നിട്ടുള്ളത്. 3-ാം റൗണ്ട് തൊട്ടാണ് പിന്നെ കില്ലൊക്കെ എടുക്കാൻ തുടങ്ങിയത് കേസ്. ഓക്കെ, അപ്പോൾ 3-ാം റൗണ്ട് തൊട്ട് കാണിച്ച് കഴിഞ്ഞാൽ ഡിലേ ഇച്ചിരി കുറയും. അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്ത് കാണിക്കാൻ കഴിയും. കാരണം അതിനകത്ത് കില്ലൊന്നും എടുക്കുന്നില്ലല്ലോ. അപ്പോൾ കേസ് നോക്കുകയാണെങ്കിൽ 2 റൗണ്ട് നമ്മൾ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പം ഈ റൗണ്ടിലാണെങ്കിൽ 35 ഡാമേജൊക്കെ കൊടുത്ത് നമ്മൾ കയറുന്നുണ്ട്. ഞാനാണ് 2 പേരെയും കൊല്ലണത്. ഏകദേശം അപ്പോൾ അവന്മാർ ഗ്ലൂ ആൾട്ട് കയറി റഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എൻ്റെ P9 ആണ് ഇരിക്കണത്. P90 എന്നും പറയും. അപ്പം ഞാൻ റഷ് ചെയ്ത് കയറി ചെന്നിട്ട് ഒരുത്തിനെ അടിക്കാൻ പോവാണ്. ഓക്കെ, 120 കയറിയിട്ടുണ്ട്. അതുപോലെ ഞാൻ നോക്കുമായിട്ടുണ്ട് 148 120 കയറ്റി. ഇതെന്നെ കില്ല് ഫിനിഷ് ചെയ്യുക. കാരണം സോണിലാണ് അവനുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചത്തോളും, അതൊന്നും റിവൈവ് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കില്ല് ഫിനിഷ് ആക്കി കിട്ടിയിട്ടുണ്ട്. T2K അപ്പു 444 എന്നാണ് അത് എഴുതിയിട്ടുള്ളത്. അവൻ്റെ പേരങ്ങനെയാണ്. അപ്പം ഈ പ്ലെയറാണ് ഡെസേർട്ടുകൾ മാത്രം വെച്ചാണ് കളിക്കുന്നത്. നമ്മളാണ് കുത്തി പിടിച്ച് കൊല്ലുന്നത്. പുള്ളിക്കാരെ കയറി വിളിക്കുന്നുണ്ടായിരിക്കും. പിന്നെ 2 പേര് റഷ് ചെയ്താണ് കളിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് കളിയൊക്കെ ജയിച്ചു പോണത്. ഞാൻ തന്നെ എങ്ങാനാണ് ഈ പുള്ളിക്കാരനെ അടിച്ചിരുന്നത്. അത്യാവശ്യം ഓൾഡ് പ്ലെയർ ആണ്, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കളിക്കും. പിന്നെ ഗൈസ്, നമ്മുടെ വോയിസിന് ഇച്ചിരി ഡിലേ കാണും, കാരണം മഴയാണ്. അതുകൊണ്ടാണ്. നമ്മൾ 4-ാമത്തെ റൗണ്ട് എത്തിയിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ ഞാൻ 945 ഡാമേജാണ് എടുത്തിട്ടുള്ളത്. മറ്റേ പുള്ളിക്കാരന് 845 ഡാമേജ് എടുത്തിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ ഞാൻ ഗൈസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുത്തിപ്പിടിച്ചാണ് റൗണ്ട് ഫുൾ എടുത്തിട്ടുള്ളത്, അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഗൈസ് ഈ റൗണ്ട് നോക്കുകയാണെങ്കിൽ ഈ റൗണ്ടിനകത്ത് ഗൈസ് ഞാൻ കട്ട് ചെയ്താണ് ഇടുന്നത്. കാരണം മൂവ്മെൻ്റാണല്ലോ. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഞാൻ ഇവനെ അടിക്കുന്നുണ്ട്. ഇവന് 148 കയറുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നിൽക്കുമ്പോഴാണ് മറ്റേ പുള്ളിക്കാരനെ നോക്കുന്നത്. അപ്പോൾ ഞാൻ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഫുൾ റെഡ് കൊടുത്ത് പുള്ളിക്കാരനെ നോക്കാക്കി വട്ടത്തിൽ പോകാളിട്ട് പുള്ളിക്കാരനെ ഇടിച്ചങ്ങ് വന്നിട്ടുണ്ട്. അല്ലേ വന്ന് റിവൈവ് ചെയ്യും. കാരണം എനിക്ക് കുറച്ച് പേർക്കാണെങ്കിൽ ഇപ്പം എന്നെ അടിക്കാൻ പോണവർക്ക്. ഓക്കെ, ഇവനെ 4-ലോ 5-ലോ 6-ലോ എങ്ങാണ്ടോ 6-ലാണെന്ന് തോന്നുന്നു. ഓരോ കേട്ടിട്ടാണെന്ന് തോന്നുന്നു. കുത്തിപ്പിടിക്കാൻ വേണ്ടി അറിയാവുന്ന റൗണ്ട് അവന്മാർ എടുത്തിട്ടുണ്ട്. ഈ റൗണ്ട് കുത്തിപ്പിടിക്കാൻ എടുക്കുമോ അതോ അവൻ എടുക്കുമെന്ന് കണ്ടറിയാം. ഇത് നോക്കുവാണെങ്കിൽ അവനാണ് അഡ്വാൻറ്റേജ് കൂടുതൽ. ഞാൻ ട്രാപ്പാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും താഴേക്ക് ചാടി അവൻ രക്ഷപ്പെടുന്നുണ്ട്. ഞാനും താഴേക്ക് ചാടി നേരെ ട്രാപ്പ് ചെയ്യാൻ നോക്കി. അത് നടന്നില്ല. പക്ഷെ നല്ല രീതിയിൽ അവൻ എനിക്ക് ഇത് തന്നില്ല, ഡാമേജ് തന്നിട്ട്. അപ്പോൾ ഞാൻ റീലോഡ് ചെയ്യാൻ ചാടിയപ്പോഴത്തേക്കും എന്നെ അടിച്ചു തന്നു. ഓക്കെ, പിന്നെ അടുത്ത റൗണ്ടായിരിക്കും നമ്മൾ എടുക്കാൻ പോണത്. അടുത്ത റൗണ്ട് മാസമാണ് കേസ്. അടുത്ത റൗണ്ടും കുത്തിപ്പിടിച്ച് തന്നെയാണ് എടുക്കണത്. ഗൈസ് ഈ റൗണ്ട് എന്ന് പറഞ്ഞ് ഞാൻ എവിടെയോ എന്തോ ഒരു കാര്യത്തിന് ബിസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ വട്ടത്തിൽ ഗ്ലൂ ആൾട്ടിട്ട് പോയി ഗൈസ്. വട്ടത്തിൽ ഗ്ലൂ ആൾട്ടിട്ട് പോയി മറ്റേ സോണിനകത്ത് കഴിച്ചത്. അതുകൊണ്ട് അടുത്ത റൗണ്ട് കാണിക്കാം. അതുകൊണ്ട് തന്നെ വീഡിയോ ഡിലേ അത്ര നേരം കുറയും. അപ്പം ഞാനത് കട്ട് ചെയ്തപ്പോഴത്തേക്കും വീഡിയോ അങ്ങ് ഇതായിപ്പോയി ഗൈസ്, സ്റ്റക്കായിപ്പോയി. അപ്പം കുറച്ച് നേരം ഞാനങ്ങനെ ഞെക്കിക്കൊണ്ടൊക്കെ ഇരുന്നു. എന്നിട്ടൊന്നും സംഭവിച്ചില്ല. അത് കഴിഞ്ഞ് ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നേരെ കളിക്കകത്ത് കയറിയിട്ടുണ്ട്. ഞാൻ കോടി കിട്ടാൻ കയറി വന്നിട്ടുണ്ടായി. എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞൂടാ. ഓക്കെ, 85 കൊടുത്തിട്ടുണ്ട്. പുളുവാളൊന്നും ഇടാതെ കവർ എടുക്കാതെയാണ് പോണത്. ബട്ട് 94 കയറിയിട്ടുണ്ട്. കോബ്രയുടെ ഗ്ലൂ വാളാണ്. ഓക്കെ, 117 കിടപ്പിച്ചിട്ടുണ്ട്.
ഓക്കെ ഗൈസ്, അങ്ങനെ 4-2 ഗൈസ് കളി. സ്കോർ നോക്കുകയാണെങ്കിൽ 4-2. ഇവിടെ നോക്കുകയാണെങ്കിൽ ഗൈസ് പ്രത്യേകിച്ച് ഞാൻ ഒപ്പം എന്താ പറയുക, കളി സെറ്റപ്പായിരുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞാൻ കട്ട് ചെയ്താണ് ഫുള്ള് ഇടുന്നത്. കളിയൊക്കെ സെറ്റപ്പായിരുന്നു. അത് കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഗിഫ്റ്റൊക്കെ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു ഗിഫ്റ്റ്? എന്തായിരുന്നു, ഒരു അവതാരമാണ് ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഗൈസ് നോക്കുകയാണെങ്കിൽ അവനാണ് മാഗസാൻ എടുത്താണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിക്കാൻ നല്ല യൂസ് ചെയ്യണം. ഞാൻ കോബ്ര എടുത്ത് കാരണം ഫ്രീ ആയിട്ട് കോബ്ര കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് കുത്തിപ്പിടിച്ച് എല്ലാവരും നോക്കാം. അപ്പോൾ ഇമോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇമോട്ടൊക്കെ ഇട്ടാണ് ഇടിച്ച് കൊല്ലാന്ന് വെച്ചിരുന്നു. ഓക്കെ, ഇടിച്ച് കൊന്നിട്ടുണ്ട്. അടുത്ത് നോക്കുവാണെങ്കിൽ മറ്റേ യാക്കൂസ എന്ന് പറഞ്ഞ പ്ലെയറാണുള്ളത്. പുള്ളിക്കാരൻ അത്യാവശ്യം നന്നായിട്ട് കളിക്കും. ബട്ട് ഇപ്രാവശ്യം പുള്ളിക്കാരന് എന്താ പറയുക, ഞങ്ങൾ അടിക്കാൻ പറ്റില്ല. 94 കൊടുത്തിട്ടുണ്ട്. 94 ഏതാണ് കറക്റ്റ് മനസ്സിലായില്ല കേട്ടോ. ഡാമേജ് കൊടുത്തു. റെഡ് നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇതിലൂടെ യൂസ് ചെയ്ത് കളിക്കാൻ നോക്കിയപ്പം പുള്ളിക്കാരൻ കണ്ടിട്ടില്ല. കാപ്പി ചെയ്യാൻ നോക്കി. ബട്ട് ഞാൻ ഒന്ന് വെടി വെച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരനെ അതുപോലെ വെച്ചിട്ടാ. അത് കഴിഞ്ഞ് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുമ്മിയെന്നാണ് ഇങ്ങനെ കില്ല്. അപ്പം കില്ല് കുമ്മി എന്നും പറഞ്ഞ് എന്നെ കുറേ പറഞ്ഞു കസിൻ കുറേ പറഞ്ഞു കില്ല് കുമ്മരി എന്നൊക്കെ പറഞ്ഞ്. എന്നാലും കില്ല് കുമ്മിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത് നോക്കുവാണെങ്കിൽ നമ്മൾ ഡബിൾ വുഡ്പെക്കറാണ് എടുക്കാൻ പോകുന്നത്. ഡബിൾ വുഡ്പെക്കറാണ്. മുകളിൽ നമുക്ക് ഒരാൾ നോക്കായ പോലെ കാണാം. ബട്ട് അതൊരു ഗ്ലിച്ചാണ് ഗൈസ്. കാരണം വീഡിയോ എടുക്കുമ്പോൾ ഓരോ കട്ടാക്കിയിട്ട് കാണിക്കുമ്പോൾ അതൊരു ഗ്ലിച്ചായിട്ട് മാർക്കും. ഓക്കെ, അതാണ് സാധാരണ സംഭവിച്ചത്. ഓക്കെ, ഞാൻ കയറി അടിക്കാൻ നോക്കുന്നുണ്ട്. ബട്ട് പുള്ളിക്കാരൻ ബ്ലൂ ആൾട്ട് കയറുന്നുണ്ട് കേട്ടോ. USP വെച്ച് എനിക്ക് ഡാമേജ് തന്നിട്ടോ ഗൈസ്. ഓക്കെ, USP വെച്ച് ഡാമേജ് തന്നിട്ടുണ്ട്. ഓക്കെ, പുള്ളിക്കാരൻ അതിൽ അപ്പുറത്തേക്ക് പോയ സമയത്ത് നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലാം. പുള്ളിക്കാരൻ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഗൈസ് ഞാനിങ്ങനെ റീലോഡൊക്കെ ചെയ്തിരിക്കുകയാണ്. അപ്പം എന്നോട് കസിൻ പറഞ്ഞു അവന്മാർ ഇവിടെ ഉണ്ടാകും. കാരണം ഞങ്ങൾ ഒരു പ്ലാൻ ഇട്ട് ഗൈസ്. കാരണം ഫസ്റ്റ് ഈ റൗണ്ട് ഞാൻ 1v2 എടുക്കും. അടുത്ത റൗണ്ട് അവൻ 1v2 എടുക്കും. അങ്ങനെയായിരുന്നു. അപ്പോൾ ഗൈസ് അങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവനെ ആ ഫൈറ്റ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പം പുള്ളിക്കാരൻ ദേ വരും. ഞാനാണ് ഞെക്കിപ്പിടിച്ച് കൊല്ലാന്ന് വെച്ചാൽ പുള്ളിക്കാരനെ ഗ്ലൂവാളിലൊക്കെ ഇട്ട് മാസം കാണിച്ച് നോക്കി വരുന്നത്. പിന്നെ ഞാനാണെങ്കിൽ 1 ടാപ്പ് അങ്ങ് അടിച്ച് വിട്ടിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ സുരത്തിനാണെങ്കിൽ ബിൽഡിങ്ങിൻ്റെ മണ്ടയിലാണ്. അവൻ അവിടെ നിന്ന് ചാടിയിട്ടുണ്ട്. ഓക്കെ, ബെസ്റ്റ് മൂവ്മെൻ്റ് ഒക്കെ ഇട്ട് നമ്മൾ കയറുന്നുണ്ട്. ഡാമേജ് തന്നു. ഗൈസ് ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു 1 ടാപ്പും കൂടെ അടിച്ച് അവനെ തൂക്കിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, ഇതാണ് ഏറ്റവും കോമഡി ആയിട്ടുള്ളത്. കാരണം അവന്മാർ ഈ കളി ഇറങ്ങിപ്പോയി. ഓക്കെ, ഇതിനകത്തുനിന്ന് അവന്മാർ ഇറങ്ങിപ്പോയി. കാരണം എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ, ബോട്ടിലെ പോലെയാണ് കളിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ 1 ടാപ്പ് അടിക്കാൻ സാധിച്ചു. ഞാൻ ചുമ്മാ ഞെക്കി പിടിച്ചു അതെങ്കിൽ 1 ടാപ്പ് വരട്ടാ. രണ്ടുപേരെ 1 ടാപ്പ് അടിച്ച് കളി ജയിച്ചു ഗൈസ്. ഇത്രയുള്ള വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.